നിരഞ്ജൻ അങ്ങ് എത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. എന്നാ കാണാം. ആ വാ. വിക്രമിന്റെ ഓരോ ചലനങ്ങളിലും എനിക്ക് എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നു. എന്തോ അരുതാത്തത് വിക്രം അവിടെ ചെയ്തിട്ടുണ്ട്. അയാള് അതിന്റെ ടെൻഷനിലാ. അതൊക്കെ വന്നെനിക്ക് തോന്നുന്നതായിരിക്കും. എന്തൊക്കെയായാലും സ്വന്തം കുഞ്ഞു നഷ്ടപ്പെട്ടതിന്റെ നടുക്കവും വേവലാതിയും ഒക്കെ അയാൾക്ക് കാണാതിരിക്കുമോ? അതിന്റെ ടെൻഷനാവും. എനിക്ക് ഈ അവസ്ഥയിൽ വർഷയെ അവിടെ വിട്ടിട്ട് വരാൻ തോന്നുന്നില്ല. ജഗ, എനിക്ക് പേടിയാവുന്നു. അല്ല, ഏതോ ഒരു ബോഡിയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ. അതെ, മുത്തശ്ശിയും വർഷയും ഞാൻ ഒറ്റയ്ക്കല്ലേ ആംബുലൻസ് കയറ്റിയത്. ബോഡിയിൽ ഒരു കൊളുത്തു വീണതുപോലെ. വിക്രം എന്തിനാ വെറുതെ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? അവള് നല്ല മയക്കത്തിലാ. ഇപ്പൊ ഉണർത്താൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ വന്നാ മതി. പാവം ഉറങ്ങിക്കോട്ടെ. എനിക്ക് പേടിയാവുന്നു. ഈ അവസ്ഥയിൽ വർഷ അവിടെ നിന്ന വർഷയ്ക്ക് എന്തേലും സംഭവിക്കും. ഇല്ല, ഒന്നും സംഭവിക്കില്ല. നീ പറയുന്നത് പോലെ അവിടെ എന്തെങ്കിലും ദുരൂഹ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ വർഷ ഇന്ന് അവിടെ സേഫ് ആയിരിക്കും, ഉറപ്പ്. ജഗ, വന്ദന ഒന്ന് ധൈര്യമായിട്ടിരിക്കേ. ജഗ, നിരഞ്ജൻ അവന്റെ കൂളിംഗ് ഗ്ലാസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിരഞ്ജൻ അവിടം വിട്ട് എങ്ങും പോയിട്ടില്ല.